please. Thank you, sir. Mr. President, I only speak American. ലോകത്തെവിടെയെങ്കിലും നിങ്ങൾ അമേരിക്കക്കാരെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഇറാനെ പോലെ ഞങ്ങൾ നിങ്ങളെ വേട്ടയാടും. ഞങ്ങൾ നിങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തും. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചതിന് ശേഷം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് എക്സിൽ കുറിച്ച വാക്കുകളാണ്. ഫോക്സ് ന്യൂസിലെ മുൻ അവതാരകൻ, അതിനു മുൻപ് US ആർമി നാഷണൽ ഗാർഡിലെ ഓഫീസർ, നിലവിൽ അമേരിക്കയ്ക്കെതിരായ ഏതൊരു ഭീഷണിയെയും തങ്ങൾ ക്രൂരമായ ബലപ്രയോഗത്തിലൂടെ നേരിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന US പ്രതിരോധ സെക്രട്ടറി. അതെ, 45-കാരനായ പീറ്റ് ഹെഗ്സെത്ത് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ അധിനിവേശ ശ്രമത്തിന്റെ മുഖമായി മാറിയിരിക്കുകയാണ്. സെക്രട്ടറി ഓഫ് വാർ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ പ്രതിരോധ സെക്രട്ടറിയെ അമേരിക്കയിലെ വെറ്റ് വോയ്സ് ഫൗണ്ടേഷൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരു വെളുത്ത ക്രിസ്ത്യൻ വംശീയവാദി. അമേരിക്കൻ സർക്കാരിന്റെ ആയുധശേഖരം അയാളുടെ കൈവശമുണ്ട്. കൂടാതെ ആർക്കെങ്കിലുമെതിരെ എവിടെ വേണമെങ്കിലും കൂട്ടക്കൊല നടത്താനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ അനുമതിയും അയാൾക്കുണ്ട്. അതെ, വംശീയവാദവും ക്രൈസ്തവ ദേശീയതയും സ്ത്രീവിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും സമാസമം ചേർന്ന ഒരാളാണ് അമേരിക്കയുടെ ഇറാൻ കടന്നാക്രമണത്തെ നയിക്കുന്നത്. US ആർമി നാഷണൽ ഗാർഡിൽ ഇൻഫൻട്രി ഓഫീസറായിരിക്കെ ഗ്വാണ്ടനാമോയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ക്രൂരതയുടെ യുദ്ധമുഖം തുറന്ന ഓഫീസറായിരുന്നു പീറ്റ്. സ്ത്രീകളോ കുട്ടികളോ എന്നില്ലാതെ ശത്രുപാളയത്തിലുള്ളയാൾ എന്ന തോന്നലുണ്ടാകുന്ന ആളുകളെ മുഴുവൻ വെടിവെച്ചു കൊല്ലാൻ ഇയാൾ തനിക്ക് കീഴിലുള്ള സൈനികർക്ക് അനുവാദം നൽകിയിരുന്നു. അത്രമേൽ മനുഷ്യവിരുദ്ധതയും തീവ്രവാദ ചിന്തയുമുള്ള ഒരാളെ ഇറാനെതിരായ യുദ്ധം നയിക്കാൻ ചുമതലപ്പെടുത്തിയത് കേവലം യാദൃശ്ചികത കൊണ്ടല്ല. ഇസ്രായേലിനെ കേവലം ഒരു സുഹൃത്ത് രാജ്യം എന്ന നിലയിലല്ല ഹെഗ്സെത്ത് കാണുന്നത്. ഇസ്രായേൽ ജൂതന്മാരുടേതു മാത്രമാണെന്നും അതിനെ സംരക്ഷിക്കേണ്ടത് ക്രിസ്ത്യാനികളുടെ മതപരമായ കടമയാണെന്നും ഇയാൾ വിശ്വസിക്കുന്നു. ദ്വിരാഷ്ട്ര പരിഹാരത്തെ ഒരു നിലയ്ക്കും അയാൾ അനുകൂലിക്കുന്നില്ലെന്ന് മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നിവിടങ്ങളിൽ ഇസ്രായേലിന് പൂർണ്ണാധികാരം വേണമെന്നും പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു ഇറാനാണെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്നുമുള്ള തന്റെ മുൻ നിലപാട് ഇപ്പോൾ നടപ്പാക്കുകയാണ് അയാൾ. കുരിശുയുദ്ധകാലത്തെ വെറുപ്പ് അഭിമാനത്തോടെ തലയിലേറ്റി നടക്കുന്ന ഒരാൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആവുന്നത് ലോകത്ത് അസമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുമെന്നതിൽ സംശയമേ വേണ്ട. ശരീരത്തിൽ പതിച്ച ടാറ്റുവിൽ പോലും കുരിശുയുദ്ധത്തോടുള്ള പ്രണയം അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. 11-ാം നൂറ്റാണ്ടിലെ കുരിശുയുദ്ധകാലത്ത് ഉപയോഗിച്ച ജെറുസലേം കുരിശാണ് അയാൾ നെഞ്ചിൽ പച്ചകുത്തിയിരിക്കുന്നത്. 1-ാം കുരിശുയുദ്ധകാലത്ത് ക്രിസ്ത്യൻ സൈനികർ യുദ്ധവിളിയായി ഉപയോഗിച്ചിരുന്ന ദൈവമിച്ഛിക്കുന്നു എന്നർത്ഥം വരുന്ന ലത്തീൻ വാചകം കൈമുട്ടിൽ പച്ചകുത്തിയിട്ടുമുണ്ട്. 2018-ൽ ഹെഗ്സത്തിന്റെ അമ്മ അയാൾക്കയച്ച ഇമെയിലിൽ ഇപ്രകാരം പറയുന്നു: നീ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നവനാണ്, സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുന്നവനും സ്വന്തം ശക്തിക്കും അഹങ്കാരത്തിനും വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നവനുമായ ഒരു പുരുഷനെയും ഞാൻ ബഹുമാനിക്കില്ല. അത്തരത്തിലുള്ള ഒരു മനുഷ്യനാണ് നീ. നിന്റെ അമ്മ എന്ന നിലയിൽ ഇത് പറയുമ്പോൾ എനിക്ക് ലജ്ജയുണ്ട്. സ്ത്രീകൾ സൈന്യത്തിലുണ്ടാകുന്നത് പുരുഷന്മാരുടെ കാര്യക്ഷമത കുറയ്ക്കുമെന്നും യുദ്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വാദിക്കുന്ന ഒരു കടുത്ത സ്ത്രീവിരോധിയാണ് പീറ്റ് ഹെഗ്സെത്ത്. ഹെഗ്സെത്തിനെ സംബന്ധിച്ചിടത്തോളം കുരിശുയുദ്ധമെന്നത് തൻ്റെ മതപരമായ സ്വത്വത്തെയും അമേരിക്കൻ പാരമ്പര്യത്തെയും സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഏത് രാജ്യത്തെയും അയാൾ കടന്നാക്രമിക്കും. അവിടെ സ്ത്രീകളും കുട്ടികളും ക്രൂരമായി കൊല്ലപ്പെടും.
മതപരമായ അസഹിഷ്ണുതയും തീവ്രദേശീയതയും അടയാളമായി കൊണ്ടുനടക്കുന്ന ഒരാൾ നേതൃത്വം നൽകുന്ന ഏത് യുദ്ധവും തോൽക്കപ്പെടേണ്ടതാണ്, അതിനെതിർവശത്ത് നിൽക്കുന്നവർ എത്ര ദുർബലരായാലും.